നമസ്കാരം. മൂവി ബ്രാഞ്ചിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകരുടെ ഏറ്റവും വലിയ സ്നേഹം കൊണ്ടാണ് ഓരോ കലാകാരന്മാരും വളർന്ന് വലുതാകുന്നത്. ആദ്യം സ്ക്രീനിന് മുൻപിലെത്തുമ്പോൾ അവരവരുടെ കഴിവിൽ വിശ്വസിക്കുന്നു എങ്കിലും ഈ പ്രേക്ഷകർ അവരെ എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ള ഒരു ആശങ്ക അത് പലരുടെയും ചങ്കെടുപ്പ് കൂട്ടിയിട്ടുണ്ടാകും. എന്നാൽ പിന്നീട് പലരും ഈ പറയുന്നത് പോലെ സെലിബ്രിറ്റികളായി മാറുന്നു. പക്ഷേ സെലിബ്രിറ്റികളായി മാറുമ്പോൾ ഈ പറയുന്ന പ്രേക്ഷകർ കാരണമാണ് ഞങ്ങൾ ഇത്ര വലിയ ആളായി മാറിയത് എന്നുള്ള ഒരു തോന്നൽ പലർക്കും ഇല്ലാതാകുന്നു. പലരുടെയും മനസ്സിലേക്ക് അഹങ്കാരം, ഈഗോ ഒക്കെ ഇടിച്ച് വരുന്നു. പല ഇടങ്ങളിലും ഉദ്ഘാടനത്തിന് പോകുമ്പോൾ പോലും അവരെ കാണാൻ വേണ്ടി ഓടിയെത്തുന്ന ആരാധകരോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്ന പല സെലിബ്രിറ്റികളെയും നമ്മൾ കണ്ടു. എന്നാൽ വന്ന വഴി മറക്കാത്ത ഒരു ദമ്പതി സെലിബ്രിറ്റികളായിട്ട് മാറുകയാണ് രശ്മിക മന്ദാനയും വിജയ് ദേവരകൊണ്ടയും. അതായത് തൻ്റെ പ്രേക്ഷകർ, തൻ്റെ ആരാധകർ, അവർ കാരണമാണ് ഞങ്ങൾ ഇത്രയും സന്തോഷത്തോടെ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ദമ്പതികൾ അവരുടെ വിവാഹത്തിൻ്റെ സമയത്ത് നൽകിയിട്ടുള്ള വാഗ്ദാനം യാഥാർത്ഥ്യമാക്കുകയാണ്. ഒരുപാട് കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ നൽകിയിരിക്കുന്നു ഈ ദമ്പതികൾ എന്നുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. തങ്ങളുടെ വിവാഹത്തോടനുബന്ധിച്ച് സമ്മാനമായിട്ട് 44 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് താരങ്ങളായിട്ടുള്ള വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും. ഒടുവിൽ അവർ ആ പ്രഖ്യാപനം നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് താരങ്ങൾ തുമ്മൽപേട്ടിലെത്തി ഈ സ്കോളർഷിപ്പ് നൽകി തുടങ്ങിയത്. ഇതിനു മുൻപ് തങ്ങളുടെ ചിത്രത്തിനൊപ്പം വിജയ് കുറിച്ചത് ഇങ്ങനെയാണ്: ഞങ്ങൾ തുമ്മൽപേട്ടിലേക്കുള്ള യാത്രയിലാണ്. എൻ്റെ അച്ഛൻ ജനിച്ച ഒരു കൊച്ചു ഗ്രാമം. ഫെബ്രുവരിയിൽ രശ്മികയും ഞാനും ഞങ്ങളുടെ ഒരു ചെറിയ സ്വപ്നത്തിൻ്റെ തുടക്കവും പ്രഖ്യാപിച്ചിരുന്നു. തെലങ്കാനയിലെ അച്ചാംപേട്ട് മണ്ഡലത്തിലെ 9-10 ക്ലാസ്സുകളിലെ കഠിനാധ്വാനികളായ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് നൽകുക എന്നത്. മാതാപിതാക്കൾക്ക് അഭിമാനമായിട്ടുള്ള 180 കുട്ടികളുടെ പട്ടിക ഇതാ. എല്ലാ ക്ലാസ്സിലും 1ഉം 2ഉം സ്ഥാനത്തെത്തുന്ന കുട്ടികൾക്ക് താൻ സ്കോളർഷിപ്പ് നൽകും. 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പദ്ധതിയിലൂടെ ഫലം ലഭ്യമാകും എന്ന് ദേവരകൊണ്ട അറിയിച്ചു. ദേവരകൊണ്ട ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ പ്രവർത്തനങ്ങൾ. തുടക്കത്തിൽ 180 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നായിരുന്നു അദ്ദേഹം കുറിച്ചത്. അത്തരത്തിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. അതേസമയം ഈ സംഭവം പദ്ധതി നടപ്പിലാക്കിയതിനു ശേഷം വിജയ് സംസാരിച്ചതും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നിങ്ങൾക്ക് നൽകുന്ന ഈ ചെറിയ സ്കോളർഷിപ്പ് വളരെ ചെറുതാണെന്ന് തനിക്കറിയാമെന്ന് പറഞ്ഞ വളരെ ലാളിത്യത്തോടുകൂടെ വളരെ നിഷ്കളങ്കനായിട്ടായിരുന്നു വിജയുടെ സംസാരം. വളരെ ചെറിയ സ്കോളർഷിപ്പാണ് ഇതെന്ന് അറിയാമെങ്കിൽ പോലും പക്ഷേ ഞങ്ങൾക്കിത് പ്രധാനപ്പെട്ട ഒന്നാണെന്ന് കരുതുന്നു എന്നാണ് വിജയ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ ഗ്രാമത്തിനു ശേഷം പതുക്കെ തെലങ്കാനയിലുടനീളം ഈ നീക്കം നടത്താനും താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും വിജയ് പറഞ്ഞു. തൻ്റെ സ്വപ്നമാണിതെന്നും ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ വിജയ് പറഞ്ഞു. അതേസമയം ചടങ്ങിൽ വിജയും രശ്മികയ്ക്ക് ഒപ്പമായിരുന്നു എത്തിയത്. വിജയുടെ മാതാപിതാക്കളും രശ്മികയുടെ മാതാപിതാക്കളും ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇതിനിടെ വേദിയിൽ നിന്നുള്ള ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. വിജയ് ദേവരകൊണ്ട രശ്മിക മന്ദാന ദമ്പതികൾക്കിടയിലുള്ള ആ ഒരു കെമിസ്ട്രി അത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചില വീഡിയോകൾ, അവർ തമ്മിലുള്ള കരുതലിൻ്റെ വീഡിയോകളൊക്കെയാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. വിജയ്ക്ക് പ്രത്യേക കരുതൽ നൽകുന്ന രശ്മികയുടെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ്. വൈറൽ ബയനി വീഡിയോസിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് നിരവധി ലൈക്കുകളും കമൻറ്റുകളുമുണ്ട്. ഇത്രയും കരുതലുള്ള ഭാര്യമാർ എല്ലാവർക്കും ഉണ്ടാകില്ലെന്നും വളരെ സ്നേഹത്തോടെയാണ് പലരും ഈ വീഡിയോയ്ക്ക് കമൻറ്റുമായിട്ട് എത്തുന്നത്. വിജയും രശ്മികയും ഒന്നിച്ചു പങ്കെടുത്ത തുമ്മൽപേട്ടിലെ പരിപാടിക്കിടയിൽ വിജയെ കെയർ ചെയ്യുന്ന രശ്മിക എന്ന തരത്തിലാണ് വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. വിജയുടെ മുഖത്ത് ടിഷ്യൂ ഉപയോഗിച്ച് രശ്മിക വിയർപ്പൊപ്പുന്നതും പിന്നാലെ മീശ പിരിച്ച് ശരിയാക്കുന്നതും വീഡിയോയിൽ കാണാം. എന്നാൽ വീഡിയോയ്ക്ക് താഴെ കമന്റുകളുടെ പൂരമാണ്. തുടക്കത്തിൽ എല്ലാവരും ഇങ്ങനെ ആയിരിക്കുമെന്നും ഇതൊക്കെ ഞങ്ങളും ചെയ്യാറുണ്ട് എന്നും ചില ആളുകൾ നെഗറ്റീവ് കമന്റ് ഇടുമ്പോൾ അതിന് മറുപടിയും ആരാധകർ നൽകുന്നുണ്ട്. ഞങ്ങൾ ഈ രീതിയിൽ കരുതലെടുക്കുമ്പോൾ ആ രംഗം ഒപ്പിയെടുക്കാൻ ക്യാമറകൾ മുൻപിൽ ഉണ്ടാകാത്തതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്
സംഭവിക്കുന്നതെന്ന് ചിലർ അവകാശപ്പെടുന്നു. തെലങ്കാനയിലെ അച്ചംപെട്ട് മണ്ഡലത്തിൽ തുമ്മൽപെട്ടിൽ സംഘടിപ്പിച്ചിട്ടുള്ള ചടങ്ങിൽ ഇരുവരും 180 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാൻ എത്തിയ സമയത്താണ് ഇത്തരം സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. പ്രദേശത്തെ മിടുക്കരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് സ്കോളർഷിപ്പ് നൽകുമെന്ന് ദമ്പതികൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതായിരുന്നു. വാക്കുപാലിച്ച താരദമ്പതികൾ വലിയ കയ്യടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നേടിയെടുക്കുന്നത്. അതേസമയം രശ്മികയും വിജയ് ദേവരകൊണ്ടയും രണ്ടുപേർക്കും ആരാധകർ ഏറെയാണ് എന്നത് പ്രത്യേകം പറയേണ്ടതില്ല. രശ്മിക ഫാൻസ് സൗത്ത് ഇന്ത്യൻ സിനിമകളിലൂടെയും ബോളിവുഡിലൂടെയും പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയിട്ടുള്ള രശ്മികയെ നാഷണൽ ക്രഷ് എന്നാണ് പറയാറുള്ളത്. നാഷണൽ ക്രഷായ രശ്മിക മന്ദാനയ്ക്ക് കേരളത്തിൽ ഉൾപ്പെടെ നിരവധി ആരാധകരാണുള്ളത്. സോഷ്യൽ മീഡിയയിലും പുറത്തും രശ്മിക ഫാൻസ് സജീവമാണ്. ആരാധകരുമായി വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഇടപെടലുകൾ രശ്മികയും നടത്താറുണ്ട് എന്നതും ശ്രദ്ധേയം. ഒരിക്കൽ രശ്മികയെ കുറിച്ച് ഒരു കുറിപ്പ് പുറത്തു വന്നു. രശ്മിക മന്ദാനയുടെ ഭർത്താവാകാൻ ഒരാൾക്ക് എന്ത് ഗുണം ഉണ്ടായിരിക്കണം? അതിന് മറുപടി, രശ്മിക ഇന്ത്യയുടെ നാഷണൽ ക്രഷാണ്. ഇതിനാൽ അവരുടെ ഭർത്താവും സ്പെഷ്യൽ ആയിരിക്കണം. രശ്മികയുടെ ഭർത്താവ് വിഡിയെ പോലെ, അതായത് വിജയ് ദേവരകൊണ്ടയെ പോലെയുള്ള ആളായിരിക്കണം എന്നായിരുന്നു കമന്റ്. ഞങ്ങൾ അവരെ രാജ്ഞി എന്ന് വിളിക്കുന്നു. അപ്പോൾ അവരുടെ ഭർത്താവും ഒരു രാജാവിനെ പോലെ ആയിരിക്കണം എന്നായിരുന്നു ഫാൻസ് ക്ലബിൽ പ്രത്യക്ഷപ്പെട്ടുള്ള പോസ്റ്റിന്റെ ഉള്ളടക്കം. ഈ ഉള്ളടക്കത്തിന് ശേഷമാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണോ എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ വന്നത്. അതിനുള്ള ചില സൂചനകളും ഇരുവരും തന്നിരുന്നു. 2018 പുറത്തിറങ്ങിയിട്ടുള്ള ഗീതാ ഗോവിന്ദം എന്ന സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചതിന് ശേഷമാണ് വിജയ് രശ്മിക സൗഹൃദം തുടങ്ങുന്നത്. അന്നു മുതൽ ഇരുവരും പ്രണയത്തിലാണെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായതിന് പിന്നാലെ ആ ബോംബ് അവർ പൊട്ടിച്ചു. ഗീതാ ഗോവിന്ദം, ഡിയർ കോംറേഡ് എന്നീ തെലുങ്ക് ചിത്രങ്ങളിൽ രശ്മികയും വിജയും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. യുവയ്ക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ വിജയെ കുറിച്ച് രശ്മിക പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാനും വിജുവും ഒരുമിച്ച് വളർന്നവർ. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ചെയ്യുന്നതെന്തും അദ്ദേഹത്തിൻ്റെ സംഭാവനയുള്ള ഒന്ന് തന്നെയാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിക്കാറുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വേണം. എൻ്റെ ജീവിതത്തിലുടനീളം മറ്റൊരാളെക്കാളും അദ്ദേഹം എന്നെ വ്യക്തിപരമായിട്ട് പിന്തുണച്ച വ്യക്തിയാണ്. അതിനാൽ ഞാൻ ശരിക്കും ബഹുമാനിക്കുന്ന ഒരാളാണ് വിജയ് ദേവരകൊണ്ട. അങ്ങനെ അവസാനം ആരാധകർക്ക് മുൻപിൽ ഇത്തരം വാക്കുകളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് സർപ്രൈസ് പൊട്ടുന്നതും ഇരുവരും തമ്മിൽ വിവാഹിതരാകുന്നതും. ഫെബ്രുവരി 26 ഉദയ്പൂരിൽ വെച്ചാണ് താരങ്ങൾ വിവാഹിതരായത്. ഇതിനുശേഷം താരങ്ങൾ വിജയുടെ ഗ്രാമമായിട്ടുള്ള തെലങ്കാന തുമ്മൽപേട്ടിൽ എത്തുന്നു. വിജയുടെയും വിവാഹം രാജസ്ഥാനിലെ ഉദയ്പൂരിലെ പഞ്ചനക്ഷത്ര റിസോർട്ടിൽ വളരെ ആഘോഷത്തോടെയായിരുന്നു കഴിഞ്ഞത്. ആന്ധ്രയുടെ പരമ്പരാഗത ആചാരപ്രകാരം വിവാഹ ചടങ്ങുകൾ 3 ദിവസം നീണ്ടുനിന്ന വിവാഹാഘോഷത്തിന്റെ ഭാഗമായി ഹൽദി, സംഗീത് ചടങ്ങുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഹൈദരാബാദിൽ നടന്ന സ്വകാര്യ ചടങ്ങിലും ഇരുവരുടെയും വിവാഹം നിശ്ചയം നടക്കുന്നത്. വിവാഹശേഷം വിജയ് ദേവരകൊണ്ടയുമൊത്ത് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിൽ രശ്മിക ഒരിക്കലും മടിക്കാറില്ല. വളരെ സന്തോഷത്തോടെയുള്ള പല കുറിപ്പുകളും രശ്മിക പങ്കുവച്ചു. അത്തരത്തിൽ വൈറലായ ഒരു കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ: പ്രിയ സ്നേഹിതരെ, നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇതാ എൻ്റെ ഭർത്താവ് മിസ്റ്റർ വിജയ് ദേവരകൊണ്ട. എനിക്ക് യഥാർത്ഥ സ്നേഹം എന്തെന്ന് പഠിപ്പിച്ച ആളാണ് ഇയാൾ. സമാധാനം എന്തെന്ന് കാണിച്ചു തന്നയാൾ. വലിയ സ്വപ്നങ്ങൾ കാണുന്നത് തെറ്റല്ലെന്നും ചിന്തിക്കുന്നതിനും വളരെ വലുത് നേടാൻ കഴിയും എന്നും അയാൾ എന്നെ പഠിപ്പിച്ചു. ഹൃദയം തുറന്ന് നൃത്തം ചെയ്യാൻ ഒരിക്കലും തടസ്സം നിന്നിട്ടില്ലാത്തയാളാണ്. സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമെന്ന് കാണിച്ചു തന്ന വ്യക്തി. വിശ്വസിക്കൂ, ഈ മനുഷ്യനെ കുറിച്ച് എനിക്കൊരു പുസ്തകം തന്നെ എഴുതാനാകും. ഞാൻ എന്നും സ്വപ്നം കണ്ടിരുന്ന സ്ത്രീയായി ഞാൻ മാറിയിരിക്കുന്നു. കാരണം ഇന്നത്തെ ഈ സ്ത്രീയായി എന്നെ മാറ്റിയത് നിങ്ങളാണ്. ഞാൻ ശരിക്കും അനുഗ്രഹീതയായിരിക്കുന്നു. വിജു, നിന്നോടുള്ള എൻ്റെ ഇഷ്ടം വിവരിക്കാൻ എനിക്ക് എപ്പോഴും വാക്കുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല. ഞാൻ അത് നിന്നോട് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ നിനക്കറിയാമോ, പെട്ടെന്ന് എൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും വിഷമങ്ങൾക്കും സന്തോഷത്തിനും സങ്കടത്തിനും ജീവിതത്തിനും എല്ലാം ഇപ്പോൾ ഒരു അർത്ഥം കൈവന്നിരിക്കുന്നു എന്നുള്ള കാര്യം. ഇതിന് കാരണം എൻ്റെ കൂടെ നീ ഉള്ളതാണ് എന്നും എല്ലാത്തിനും സാക്ഷിയായി എല്ലാത്തിൻ്റെയും ഏറ്റവും വലിയ ഭാഗമായി നിന്റെ ഭാര്യയാകുന്നതിലും നിന്റെ ഭാര്യ എന്ന് വിളിക്കപ്പെടുന്നതിലും ഞാൻ വളരെയധികം ആവേശത്തിലും സന്തോഷത്തിലുമാണ് എന്നും ഈ ആഘോഷം തൻ്റെ സന്തോഷമാണെന്നും നമുക്കൊരുമിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ജീവിതം തുടങ്ങാമെന്നുമാണ് രശ്മിക കുറിച്ചത്. എന്നാൽ അവർ വിവാഹത്തിന് ശേഷവും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കയ്യടി നേടുന്ന കാര്യമാണ്. കാരണം പല സെലിബ്രിറ്റികളും തുടക്കത്തിലുള്ള ആവേശം അല്ലെങ്കിൽ തുടക്കത്തിൽ കാണിക്കുന്ന സ്നേഹം, കെയറിങ് അതൊന്നും തന്നെ മുന്നോട്ടുണ്ടാകാറില്ല. പലപ്പോഴും നമ്മൾ അവരുടെ വിവാഹം മോചന വാർത്തകളാണ് കേൾക്കാറുള്ളത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ച്
വളരെ സന്തോഷത്തോടെ തുടങ്ങിയ ദാമ്പത്യം അത് വളരെ മനോഹരമായിട്ട് ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ദമ്പതികളാണ് ഈ ലക്ഷ്മികയും വിജയ് ദേവരകൊണ്ടയും. എന്തായാലും അവരുടെ ജീവിതത്തിലെ ഒരു സന്തോഷം അതൊരു വലിയ പാവപ്പെട്ട കുട്ടികൾക്ക് കൂടെ സഹായമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് പ്രേക്ഷകർക്കും സമൂഹത്തിനും വളരെ വലിയ ഒരു മെസ്സേജ് കൂടെയാണ് നൽകുന്നത്.